എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ സുരേഷ്. സ്പെക്ട്ര ഡെക്കോറിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചാലക്കുടിക്ക് അടുത്തുള്ള അന്നനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ബിന്ദു മാമിന്റെയും ബെന്നി സാറിന്റെയും വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ ഫോർമൽ ലിവിങ്ങിലാണ്. ഈ ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഓവർ ഹെവി വർക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല. ഒരു 3 സീറ്റർ സോഫ പ്ലസ് 2 സീറ്റർ സോഫ, അങ്ങനെ മൂവബിൾ ആയിട്ടുള്ള ഒരു സോഫയാണ്. അതിന്റെ ബാക്ക് സൈഡ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു പാനലിംഗ്, വുഡൻ വിത്ത് ഒരു ബീജ് കളറിലുള്ള ഒരു പാനലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫുൾ കർട്ടൺ ആണ് നമ്മളിവിടെ, ക്ലോത്ത് ടൈപ്പ് ഫുൾ കർട്ടൺ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള. ഒരു സെൻട്രൽ ടേബിൾ ഉണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ടീക്ക് ഷെയ്ഡ് ആണ്. കോമൺ ഷെയ്ഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടീക്ക് ഷെയ്ഡ് ആണ്. അതിനെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൂടുതലും ഒരു പാസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് ബീജ് ആണ് നമ്മൾ ഇതിന്റെ ഒരു കോമ്പിനേഷൻ കളറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫോർമൽ ലിവിന് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ സീലിങ്ങും പ്ലസ് ജിപ്സം സീലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ ലൈറ്റും അതുപോലെ തന്നെ ചെറിയ കോബ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലത്തെ കംപ്ലീറ്റ്ലി ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഓപ്പണിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ എച്ചിങ് വർക്ക് കൊടുത്ത് സെൻറ്ററിൽ ഒരു ബോക്സ് ഫിക്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ മാഡവും സാറും ഒക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നേരെ പെട്ടെന്ന് നോക്കുന്ന ഒരു വോളാണ്. അപ്പോൾ ഈ ഹൈലൈറ്റഡ് വോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വുഡ് ഫിനിഷ് വെച്ചിട്ടുള്ള ആ ഒരു ലെഡ്ജസും അതുപോലെ തന്നെ അത് ത്രൂ ഔട്ട് ചുറ്റും ഒരു വെയിൻസ്കോട്ടിന്റെ ഡിസൈൻ വെച്ച് ഒരു സ്ക്വയറിൽ നമ്മളത് ഫിനിഷ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റെൻസിൽ ടെക്സ്ചർ ഫിനിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ സീലിംഗ് ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ വുഡ് വിത്ത് ജിപ്സം രീതിയിലാണ് ഇവിടുത്തെ സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ എൻറ്റയർ ഏരിയയിലും നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് സീലിംഗ് ചെയ്തിരിക്കുന്നത് ട്രൂ സീലിംഗ് ഉണ്ട്, ജിപ്സം സീലിംഗ് ഉണ്ട്, ലാമിനേറ്റഡ് സീലിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ രീതിയിലാണ് കംപ്ലീറ്റ്ലി സീലിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ്, സിമ്പിൾ ആൻഡ് എലഗന്റ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ പ്രെയറും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ TV യൂണിറ്റും ആണ്. ഫോർമൽ ഫാമിലി ലിവിംഗ് ഏരിയ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ പ്രെയർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം ഈ വീടിന്റെ ഇന്റീരിയർ കൺസൾട്ട് ചെയ്യാൻ ആദ്യമായിട്ട് ആർക്കിടെക്ട് സെറിൻ സാറുമായിട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം പ്രെയർ ഏരിയ വേണം എനിക്ക്, അത് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണം, വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ മാമിൻ്റെ ഇഷ്ടത്തിന് മാഡത്തിൻ്റെ ആ ഒരു അഭിപ്രായങ്ങളും നീഡ്സും എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത്. ഇത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇവിടുത്തെ കോമൺ ഷെയ്ഡായിട്ടുള്ള ടീക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ബീജും പിന്നെ ഒരു മാർബിൾ ഡിസൈനും കൂടിയിട്ട് ആക്രിലിക് മാർബിൾ ആണ്, അതും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പ്രെയർ ഏരിയ കുറച്ച് ഹൈലൈറ്റഡ് ആവണം, ബട്ട് അത് വളരെ സിമ്പിൾ ആയിരിക്കണം. ഇതായിരുന്നു ആവശ്യം. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം തന്നെ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇതാണ് ഈ വീടിന്റെ ഫാമിലി ലിവിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളത് TV യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ TV യൂണിറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോമൺ ഷെയ്ഡ് ആയിട്ടുള്ള ടീക്ക് വുഡ് ഫിനിഷും അതുപോലെ ആക്രിലിക് മാർബിൾ ഡിസൈനും കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ക്യൂരിയോസ് വെക്കാനുള്ള ഒരു ഓപ്പൺ യൂണിറ്റ് ഉണ്ട്. അതുപോലെ ആ ഒരു വോള് കംപ്ലീറ്റ്ലി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ റാഫ്റ്റർ വെച്ചിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ബാക്കിൽ പാനലിംഗ് കൊടുത്തിട്ടുള്ളത്. അടിയിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്.
അത് മാത്രമല്ല ടി വി യൂണിറ്റിന്റെ മുകളിലേക്ക് ഒരു ഏരിയ കംപ്ലീറ്റ്ലി, ഇതൊരു ഡബിൾ ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഡിഫറെന്റ് ഒരു ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ടെക്സ്ചറിലാണ് ആ ഒരു ഏരിയയും കൂടിയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സോഫ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവബിൾ ടൈപ്പ് ആയിട്ടുള്ള സോഫ സീറ്റിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ 4 സീറ്ററും മറ്റു സൈഡിൽ ഒരു 3 സീറ്ററും ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സോഫയുടെ ബാക്ക് ബോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ ബീഡിംഗ് വർക്ക് കൊടുത്ത് ഇൻസൈഡിൽ ടെക്സ്ചർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കമ്പൈൻ കളറായിട്ട് നമ്മൾ ഗ്രേ ഫിനിഷ് ആണ് ടെക്സ്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ഫാമിലി ലിവിംഗ് ടു ഡൈനിങ്ങിലേക്കുള്ള ഒരു ആർച്ച് പാനലിംഗ് ആണ്, ഒരു എൻട്രൻസ് പാനൽ ചെയ്തിരിക്കുന്നത് സെയിം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വുഡൻ ഷെയ്ഡ് തന്നെയാണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു പാർട്ടീഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാലും വളരെ ലുക്കിംഗ് എലഗന്റ് ആണ്. ബട്ട് നമ്മൾ ഒരു ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷൻ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, മിനിമലിസ്റ്റിക് ആവുന്ന ഒരു രീതിയിൽ ഫ്ലൂട്ടഡ് ഗ്ലാസും അതുപോലെ തന്നെ GI മെറ്റലും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ പൗഡർ കോട്ടിംഗ് ചെയ്ത് പെയിന്റ് ഫിനിഷ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ വീടിന്റെ ഡൈനിങ് ഏരിയ. ഇവിടെ 8 സീറ്റർ ഡൈനിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സീലിംഗും ആ ഒരു രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു വുഡൻ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു മെറ്റാലിക് ഫിനിഷ് വെച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടോപ്പിംഗ് ഒക്കെ മാർബിൾ ഫിനിഷ് ആണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ വാഷ് യൂണിറ്റ് ഏരിയ. ഇപ്പോൾ നോർമലി ചെയ്യുന്ന പോലെ അല്ല, ഇപ്പോൾ ഇവിടുത്തെ വാഷ് യൂണിറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു എൻട്രൻസ് ഒക്കെ കൊടുത്ത് അത് ആർച്ച് പാനലൊക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഒരു വാഷ് ഏരിയയിലേക്ക് വരുന്നു. അത് ത്രൂ ഔട്ട് നല്ലൊരു യൂണിറ്റ്, 3 ഡ്രോവേഴ്സ് ആണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ ഒരു ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കുകയാണെങ്കിൽ തന്നെ ഫുൾ മിററാണ്. അപ്പം ഒരു സ്പേഷ്യസ് ഫീലാണ് ടോട്ടലി നമുക്കിവിടെ കാണാൻ പറ്റുക. ടോപ്പിംഗ് ചെയ്തിട്ടുള്ളത് G7 നാനോ വൈറ്റ് ആണ് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഫോസറ്റ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു റോസ് ഗോൾഡ് ഫിനിഷിലുള്ള ഒരു മെറ്റാലിക് കളറാണ്. അതുപോലെ സിങ്ക് ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ. ഇതിന്റെ ഡൈനിങ്ങിന്റെ ഓപ്പോസിറ്റുള്ള വോള് കംപ്ലീറ്റ്ലി പാനൽ ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ പ്രൊഫൈലും വുഡ് ഫിനിഷും അതുപോലത്തെ ഇവിടുത്തെ ബീജ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്കുള്ള ആ ഒരു വേയില് സെയിം ആർച്ച് എൻട്രൻസ് പാനലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്രോക്കറി ഷെൽഫാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം ഇത് ഇൻസൈഡ് നമ്മൾ കളർ ലാമിനേറ്റ് ആണ് ഫിനിഷ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൊടുത്തിരിക്കുന്ന ഷട്ടേഴ്സ് ഒക്കെ ഗ്ലാസ് പ്രൊഫൈലാണ്, അതായത് അലൂമിനിയം പ്രൊഫൈൽ ഉണ്ട്, വിത്ത് ഗ്ലാസ് ആണ് ഡോറ് ചെയ്തിരിക്കുന്നത്. നേരെയുള്ള ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു മിററും അതുപോലെ COD കൊടുത്തിട്ടുണ്ട്, മിറർ ഉണ്ട്, പിന്നെ ഒരു ടെക്സ്ചറും റാഫ്റ്ററും അങ്ങനെ ഒരു മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഒരു നേരെ കാണുന്ന ഡൈനിങ്ങിൽ നിന്ന് നേരെ കാണുന്ന ഒരു വോള് ഹൈലൈറ്റ് ചെയ്തത്. ഈ ഒരു വോളെന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഏരിയയിൽ എവിടെ നിന്നാലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഡൈനിങ് ടു മെയിൻ ഏരിയയിലേക്കുള്ള പാർട്ടീഷൻ വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ കിച്ചണിന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഏരിയ ആണ്. ഒരു മൾട്ടിപർപ്പസ് യൂസ് ആണ്. നമ്മൾക്ക് കിച്ചണിൽ നിന്നുള്ള ഫുഡ് ഡൈനിങ്ങിലേക്ക് സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതിൻ്റെ സ്റ്റോറേജും ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓപ്പണിംഗ് സ്പേസ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് സെയിം ആസ് നമ്മളിവിടെ യൂസ് ചെയ്ത കോമൺ ഷെയ്ഡ് ടീക്ക് ഷെയ്ഡ് ആണ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആ ഒരു രീതിയിൽ CNC ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടുത്തെ കിച്ചൺ 2 കിച്ചൺ ഉണ്ട്. ഒരു മെയിൻ കിച്ചണും ഒരു വർക്കിംഗ് കിച്ചണും. കിച്ചൺ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്നത് അക്രിലിക് ഫിനിഷ് ആണ്.
അതുപോലെ തന്നെ ടോപ്പിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് G7 ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ഇതിൻ്റെ സ്പ്ലാഷ് ടൈൽ ആണെന്നുണ്ടെങ്കിലും ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു വൈറ്റും ഒരു ചെറിയൊരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് സ്പ്ലാഷ് ടൈലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ബൗൾ വിത്ത് ഡ്രെയിൻ ബോർഡ് ഉള്ള ടൈപ്പാണ് സിങ്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് ആണെന്നുണ്ടെങ്കിൽ 90യുടെ 4 ബർണർ ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ആക്സസറീസും ഹെറ്റിച്ച് എന്ന് പറയുന്ന ബ്രാൻഡാണ്. നമ്മൾ എല്ലായിടത്തും കോമൺലി യൂസ് ചെയ്യുന്നതും ഹെറ്റിച്ച് തന്നെയാണ്. അതുപോലെ സിങ്ക് ഏരിയ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്നത് WPC ആണ്. ഇവിടുത്തെ കിച്ചൻ്റെ കാർക്കേസ് മൊത്തം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് WPC തന്നെയാണ്. അപ്പോൾ ഇതിൽ സ്കേർട്ടിങ് ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ്, അതിൻ്റെ പ്രൊഫൈൽ ഹാൻഡിലും ബ്ലാക്ക് ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാമിന് ആവശ്യമായിരുന്നു ഒരു ഗ്ലാസ് ഫിനിഷ് ഉള്ള രീതിയിലുള്ള യൂണിറ്റ്സ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് അലൂമിനിയം പ്രൊഫൈല് ഹെറ്റിച്ചിൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ലോഫ്റ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസ് വേണം, അതായത് സ്റ്റോറേജ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ലോഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഡംപ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ അത് യൂസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കിച്ചണിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ ചെറിയൊരു ടേബിൾ വേണം എന്നുള്ളൊരു ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ഒരു റാഫ്റ്ററും അത് സീലിംഗിലേക്ക് കയറിയിട്ടുണ്ട്. അതൊരു ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജും അതുപോലെ തന്നെ കൺസീൽഡ് ഓവനാണ്. അതിൻ്റെ അടിയിൽ നമ്മളൊരു വലിയ ഒരു ഡിവിഷനൊക്കെ കൊടുത്ത് ഒരു വലിയ വലിയ പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ അപ്പർ സൈഡിലും ഒരു സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് പ്രൊഫൈല് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ പ്രൊഫൈല് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിൽ ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കിത് എൻഡ് ക്യാപ്പ് ഉള്ള ടൈപ്പ് പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ വർക്കിംഗ് കിച്ചൺ. വർക്കിംഗ് കിച്ചൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു അപ്പർ യൂണിറ്റും വളരെ കുറവുള്ള ഷെൽഫുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ബേസ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു 5-6 യൂണിറ്റ്സ് മാത്രമാണ് ഇവിടെ ഉള്ള. ഒരു സിങ്ക് ഏരിയയുടെ പർപ്പസ് ആണ് ഇവിടെ മെയിൻലി നടക്കുന്നത്. ഇവിടെ ഇൻബിൽറ്റ് ഹുഡ് ആൻഡ് ഹോബ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, സാധാ ഒരു ബർണറാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു സൈഡിൽ കംപ്ലീറ്റ് ഒരു സ്റ്റോർ പർപ്പസ് ആണ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റോറേജ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഈ റൂം കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കോമൺ ഷെയ്ഡായിട്ടുള്ള ടീക്കും ബീജ് ഷെയ്ഡും മിക്സ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിങ് സൈസ് ബെഡ് കോട്ട്. ഇത് 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ് കോട്ടിൻ്റെ ബാക്ക് ബോർഡ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾസറി ഡിസൈൻ ആണ്. ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾസറി ഡിസൈൻ ആണ്. അപ്പുറത്തും ഇപ്പുറത്ത് 2 സൈഡിൽ നമ്മൾ ഇതിൻ്റെ റാഫ്റ്റർ പാനലിംഗ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം പാനലിംഗ് ബീജ് ഷെയ്ഡിൽ ചെയ്തിട്ട് ടീക്ക് ഷെയ്ഡിൻ്റെ റാഫ്റ്റേഴ്സ് ആണ് ഇതിൽ പാനലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമ്മൾ 2 വിൻഡോസ് ഉണ്ട്. അപ്പോൾ 2 വിൻഡോസിലും ഫുൾ കർട്ടൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് ക്ലോത്ത് ആണ് കർട്ടന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ജിപ്സം സീലിംഗിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ട്രൂ സീലിംഗും അതുപോലെ തന്നെ ജിപ്സവും മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തിരിക്കുന്നത് കോബ് ലൈറ്റ് ആണ് നമ്മളുടെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാമിന് വർക്ക് ഫ്രം ഹോം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇതിലൊരു വർക്കിംഗ് സ്പേസും ഒരു ടേബിൾ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സെയിം യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ടീക്ക് ഷെയ്ഡ് വിത്ത് ഒരു ബീജ് ഫിനിഷ് തന്നെയാണ്. ഇതിൽ പിന്നെ ഒരു സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു വാർഡ്രോബ് സ്പേസും
അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് മിറർ, അതായത് ഡ്രസ്സിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യലായിട്ട് ഒരു പ്രൊഫൈൽ, അലൂമിനിയം പ്രൊഫൈലൊക്കെ വിത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മെറ്റൽ ലോങ് മിറർ ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വീടിലത്തെ ഗസ്റ്റ് ബെഡിലാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കിങ് സൈസ് ബെഡ് കോട്ട്, 2 സൈഡ് ടേബിൾ. ആസ് യൂഷ്വൽ എല്ലാ റൂമിലും ഒരേ രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾസറി ഡിസൈനും അതുപോലെ തന്നെ റാഫ്റ്റേഴ്സും ഫിനിഷ് ചെയ്തിട്ടാണ്. ഇതിൽ നമ്മൾ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ വുഡ് ഷെയ്ഡ് വിത്ത് ഒരു ലൈറ്റ് ഗ്രേ കളറിലുള്ള ഒരു ഷെയ്ഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 3 ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഫുൾ മിറർ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. കേർട്ടൻസ് ആണെങ്കിൽ ക്ലോത്ത് കർട്ടൻ ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൽ ഹാൻഡ് റെയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ വുഡ് ഫിനിഷ് വരുന്ന രീതിയിൽ പ്ലെയിൻ ഗ്ലാസ് ആണ്. അതുപോലെ ഈ ഡബിൾ ഹൈറ്റ് ഉള്ള സ്റ്റെയർ വോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ തന്നെയാണ്. ടെക്സ്ചറിൽ നമ്മൾ ടി വി ഏരിയയുടെ ഒക്കെ അവിടെ യൂസ് ചെയ്ത സെയിം ടെക്സ്ചർ ഫിനിഷ് തന്നെയാണ്. ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്ന ഒരു പാറ്റേൺ മാത്രമേ ഉള്ളൂ ചേഞ്ച് ഉള്ളത്. ഒരു ഗ്രേ ഷെയ്ഡാണ്, ഒരു സിമെന്റ് ടെക്സ്ചർ ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. സീലിംഗ് ചെയ്തിരിക്കുന്നത് ഒരു വുഡന്റെ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ഷാൻലിയർ ലൈറ്റും കൊടുത്തിട്ടാണ് ഇതിന്റെ സീലിംഗ്. പിന്നെ ഒരു കുഞ്ഞു സ്പോട്ട് ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിലത്തെ സൺസ് ബെഡ്റൂമിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ഫിനിഷ് ആണ്. പീക്ക് ഷെയ്ഡും വിത്ത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് വോള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലെയിൻ പാനലിങ്ങും റാഫ്റ്റേഴ്സും അതുപോലെ തന്നെ ഗോൾഡൻ സ്ട്രിപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ത്രൂ ഔട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കിങ് സൈസ് ബെഡ് കോട്ട്, 2 സൈഡ് ടേബിൾസ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്റ്റഡി ഏരിയ വിത്ത് മിററും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ലോങ് മിറർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മൾട്ടിപർപ്പസ് ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അതും ത്രൂ ഔട്ട് ലോഫ്റ്റ് വരെയുള്ള വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വുഡൻ ബീഡിങ്ങും അതുപോലെ നമ്മളുടെ ജിപ്സം ബോർഡും കൂടി ചെയ്തിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ സീലിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മോളുടെ ബെഡ്റൂം ആണിത്. ഈ ബെഡ്റൂമിൽ കംപ്ലീറ്റ്ലി എടുത്തിരിക്കുന്ന ഒരു തീം ഒരു വൈറ്റ് വിത്ത് വുഡാണ്. അപ്പോൾ ഇതിന്റെ ബെഡ് കോട്ട് കംപ്ലീറ്റ്ലി അപ്പോൾസറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്ക് ഹെഡ് ബോർഡും ഒരു ത്രൂ ഔട്ട് ബാക്ക് ആ ഒരു എൻഡ് ടു എൻഡ് വരെ നമ്മൾ അപ്പോൾസറിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് വോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് വെയിൻസ്കോട്ടിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ റൂ സീലിംഗും അതുപോലെ തന്നെ നമ്മൾ ജിപ്സം സീലിംഗും ചെറിയൊരു വുഡന്റെ ടച്ച് വരുന്ന രീതിയിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. കർട്ടൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലോത്ത് ടൈപ്പ് കർട്ടനാണ്. ഈ ടോട്ടൽ വീട്ടിലും നമ്മൾ ഇങ്ങനത്തെ ഒരു കർട്ടൻ സിംഗിൾ പാറ്റേണിലാണ് പോയിട്ടുള്ളത്. ഇവിടുത്തെ വാർഡ്രോബ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ട്രേ ഡിസൈൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് WPC ആണ്. WPCയിൽ പെയിന്റ് ഫിനിഷ് ആണ് ഇവിടുത്തെ വാർഡ്രോബ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനും ഒരു ത്രൂ ഔട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ആ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ നമുക്ക് ഫുൾ മിറർ ഉണ്ട്. അതിലൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പോൾ ഒത്തിരി സ്പേസ് കൺസ്യൂമർ ചെയ്യാതെ എന്നാൽ നമ്മുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു റൂമിലത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ റൂമിലും അതിൻ്റെതായ രീതിയിലാണ് നമ്മൾ തീം എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. കളർ പാലറ്റിങ് മാറാത്ത രീതിയിലും അതുപോലെ എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ആയതുകൊണ്ട് ചെയ്ത ഇന്റീരിയർ അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പറയാൻ കാരണം ഈ വർക്കിലുള്ള ക്ലാരിറ്റി തീർച്ചയായിട്ടും സ്പെക്ടറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആർക്കും ആരോടെങ്കിലും എൻട്രോയിച്ചെങ്കിലും ഞാൻ ഫസ്റ്റ് അപ്പോൾ സ്പെക്ടറുടെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയും ഒരു ഫിനിഷിങ് 3D അത് കണ്ട വ്യൂവിൽ തന്നെ നമുക്കത് അതിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുമാതിരി തന്നെ നമ്മുടെ ആർക്കിടെക്റ്റും
ഈ ഡിസൈൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് രണ്ടും കൺക്ലൂഡ് ചെയ്ത് വന്ന ഒരു സന്ദർഭം തന്നെയാണ് ഞാൻ പറയാം. അതുകൊണ്ട് എനിക്ക് ആരോടെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആദ്യമേ സെലക്ട് ചെയ്യുന്നത് സ്പെക്ട്ര തന്നെയായിരുന്നു. വീടിൻ്റെ ഈ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബിന്ദുവിൻ്റെ തന്നെ ഒരു സ്വപ്നമാണ്, വലിയൊരു വീടും അതിനുള്ള സൗകര്യങ്ങളായിട്ടുള്ളൊരു വീട്. അപ്പോൾ 2 വർഷം മുന്നേ തന്നെ അതിന് പ്ലാനായിട്ട് ഞങ്ങൾ ആർക്കിടെക്റ്റൊക്കെ സമീപിച്ച് സൂട്ടബിളായിട്ടുള്ളൊരു കോൺട്രാക്ടറും നമുക്ക് കിട്ടി. അവരായിട്ട് ചെയ്തു. 2 വർഷത്തോളം എടുത്തു ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി ഫൈനലായി ഇപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ ഡിസൈനിങ്ങും ഒക്കെ നമുക്ക് ഏബിളായിട്ടുള്ള ഒരാളെ തന്നെ കിട്ടിയ കാരണം നമ്മൾ പ്രതീക്ഷിച്ച അതേ വ്യൂവിൽ തന്നെ നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വ്യത്യാസമില്ല. ഒത്തിരി നല്ലൊരു ആർക്കിടെക്ട് ആരെങ്കിലും വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗുഡ് ഈവനിങ് ഓൾ. ഞാനാണ് ആശാ സുരേഷ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ടെസ്റ്റിമോണിയൽ കിട്ടുന്നത് തന്നെയാണ് എന്നെ പോലെയുള്ള എല്ലാ ആൾക്കാരുടെയും ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. ഒരു വീട് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇന്റീരിയറാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ മുഖത്തെ ആ ഒരു പ്രസന്റ്, ആ ഹൗസ് വാമിംഗ് ഡേ കിട്ടുന്ന ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അവാർഡും ഏറ്റവും വലിയ സന്തോഷവും. അപ്പോൾ നമ്മുടെ ബിന്ദു മാമിനും ബെന്നി സാറിനും ഫാമിലിക്കും ഒരുപാട് നാളെ വീട്ടിൽ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ജീവിക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് മാഡമിനോടും ഫാമിലിയോടും താങ്ക്സ് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻറ്റീരിയർ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇനോഗ്രേഷൻ ഒരുപാട് ആൾക്കാർ നേരിട്ട് വന്നു. വരാൻ പറ്റാത്തവരൊക്കെ മെസ്സേജസ് ത്രൂവും ഫോൺ കോൾ ത്രൂ ഒക്കെ നമ്മളെ അവരുടെ പ്രസൻസ് അറിയിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമ്മളുടെ വെർച്വൽ റിയാലിറ്റിയെ കുറിച്ചും കൂടി എനിക്കൊന്ന് പറയണം. നമ്മളുടെ വെർച്വൽ റിയാലിറ്റി വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വീട് വെക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുക, ഫാക്ടറിയിലേക്ക് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കൊടുത്തിരുന്നത് 3D മാത്രമാണ്. പക്ഷെ ഒരു വെർച്വൽ റിയാലിറ്റി ത്രൂ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ കിച്ചന്റെ ഉള്ളിൽ കയറി നിന്നാൽ എങ്ങനെ ഇരിക്കും, ആ ഡോർ ഓപ്പൺ ചെയ്താൽ അതിന്റെ ഷെൽഫ് എങ്ങനെ വരും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വീണ്ടും വരുന്നിടം വരെ ബൈ.